എൻ സ്വരാജ് നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ സ്വരാജ്, ഇത് വലിയ നഷ്ടമാണ്. ദേശീയ രാഷ്ട്രീയത്തിന് തന്നെ, മതേതര ചേരിക്ക് തന്നെ വലിയ നഷ്ടമാണ്. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം താങ്കൾ ഓർത്തെടുക്കുന്നത്? അതെ, തീർച്ചയായും ഇന്ത്യൻ ഇടതുപക്ഷത്തിന് മാത്രമല്ല, മതനിരപേക്ഷ ഇന്ത്യക്കാകെ കനത്ത നഷ്ടമാണ് സഖാവ് സീതാറാം യെച്ചൂരിയുടെ വിയോഗം മൂലം ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ചും നമ്മുടെ രാജ്യം സവിശേഷമായ വെല്ലുവിളികളെ നേരിടുന്ന മതനിരപേക്ഷതയും ഇന്ത്യൻ ഭരണഘടനയുമൊക്കെ വെല്ലുവിളികളെ നേരിടുകയും ജനാധിപത്യവും മതനിരപേക്ഷതയും ഫെഡറലിസവും എല്ലാം സംരക്ഷിക്കാനായി രാജ്യത്ത് വലിയ യോജിപ്പ് രൂപപ്പെട്ടു വരികയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ സീതാറാം യെച്ചൂരിയെ പോലൊരു നേതാവിന്റെ വിയോഗം താങ്ങാനാവാത്ത ഒരു ആഘാതമാണ്. ഇന്ത്യ മുന്നണിയുടെ രൂപവൽക്കരണത്തിനും ഇന്ത്യ മുന്നണിക്ക് ദിശാബോധം പകരുന്നതിനും ഏറ്റവും സുപ്രധാനമായ പങ്കാണ് സഖാവ് സീതാറാം യെച്ചൂരി വഹിച്ചത്. അതുപോലെ ഒന്നാം UPA ഗവൺമെന്റിന്റെ മാർഗദർശിയായി മാറിയ പൊതു മിനിമം പരിപാടിയുടെ മുഖ്യ ശില്പിയും സഖാവ് സീതാറാം യെച്ചൂരിയായിരുന്നു. അദ്ദേഹത്തിന്റെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ ഇടപെടൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗതിയെ തന്നെ അഗാധമായി സ്വാധീനിക്കുകയും ചില വേളകളിൽ നിർണയിക്കുകയും ചെയ്യുന്നതായി മാറിയിട്ടുണ്ട്. മികച്ച പാർലമെന്റേറിയനായും ഊർജ്ജസ്വലനായ പാർട്ടി സെക്രട്ടറിയായും പ്രവർത്തിച്ചു വരവെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം രോഗബാധിതനായി ആശുപത്രിയിലാവുന്നത്. കുറച്ച് ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ വിട പറഞ്ഞിട്ടുള്ളതെങ്കിലും അസുഖബാധിതനാകുന്നതിന് മുൻപ് വരെ പൂർണ്ണാരോഗ്യത്തോടെ ഊർജ്ജസ്വലനായി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ വിയോഗം അപ്രതീക്ഷിതവുമാണ്. അത് മതനിരപേക്ഷ ഇന്ത്യക്കും ഇടതുപക്ഷത്തിനും ആകെ വലിയ ആഘാതവുമാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ ഞങ്ങൾ പതാക താഴ്ത്തുന്നു, ശിരസ് വഹിക്കുന്നു. ഒരു വിപ്ലവ നക്ഷത്രമാണ് മാഞ്ഞത്. വിപ്ലവം എങ്ങനെ സൗമ്യതയിലൂടെ കൊണ്ടുപോകാം എന്ന് അദ്ദേഹം പഠിപ്പിച്ചു തരികയായിരുന്നു. എന്താണ് അതിനെക്കുറിച്ച് താങ്കൾ പറയുന്നത്? അദ്ദേഹത്തിന്റെ ശൈലി സാധാരണക്കാരായ ജനങ്ങൾക്ക് എളുപ്പത്തിൽ സൗഹൃദം സ്ഥാപിക്കാൻ തോന്നുന്ന ശൈലിയായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കുറിച്ച് എല്ലാവരും സൗമ്യനായ വ്യക്തിത്വം എന്ന് പറയുന്നത്. പൊതുവിൽ ഓരോ നേതാക്കന്മാർക്കും വ്യത്യസ്തമായ ശൈലികൾ ഉണ്ടാവുമല്ലോ. അദ്ദേഹത്തിന്റെ ശൈലി വളരെ വേഗത്തിൽ സൗഹൃദം സ്ഥാപിക്കാനും അടുപ്പം ഉണ്ടാക്കാനും ഒക്കെ മറ്റുള്ളവരെ തോന്നിപ്പിക്കുന്ന ഒരു ശൈലിയുടെ ഉടമയായിരുന്നു അദ്ദേഹം. ആ അർത്ഥത്തിൽ അദ്ദേഹം നമ്മുടെ രാജ്യത്ത് വലിയൊരു വിഭാഗം ആളുകൾക്ക് കക്ഷി രാഷ്ട്രീയത്തിന് പോലും അതീതമായി ഏറെ അടുപ്പവും ബന്ധവുമുള്ള നേതാവാക്കി അദ്ദേഹത്തെ മാറ്റുന്നതിന് ആ ശൈലി സഹായിച്ചിട്ടുണ്ട്. വ്യക്തിപരമായ ഒരു ചോദ്യം, സീതാറാം യെച്ചൂരി എന്ന വ്യക്തിത്വത്തെ താങ്കൾ എങ്ങനെ അടുത്തറിഞ്ഞിട്ടുണ്ട്? പ്രത്യേകിച്ച് കേരളത്തിലെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ, പ്രശ്നങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ താങ്കളുടെ ഒപ്പം, അല്ലെങ്കിൽ താങ്കൾ എന്താണ് സീതാറാം യെച്ചൂരിയിൽ നിന്ന് പഠിച്ചത്? അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, കേരളത്തിൽ CPIM-നെ രാഷ്ട്രീയവും സംഘടനാപരവും പ്രത്യയശാസ്ത്രപരവുമായി സഹായിക്കുന്നതിൽ പല ഘട്ടങ്ങളിലും ഇടപെട്ടിട്ടുള്ള നേതാവാണ്. ജനറൽ സെക്രട്ടറി എന്ന നിലയിലും PB അംഗം എന്ന നിലയിലും സഖാവ് യെച്ചൂരി. അതിനു മുൻപ് തന്നെ ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരിക്കുമ്പോൾ വിദ്യാർത്ഥി സംഘടനയുടെ ദേശീയ ഉപഭാരവാഹിയായി ഒക്കെ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ അദ്ദേഹവുമായി അടുത്തിടപഴകാനും യോഗങ്ങളിൽ പങ്കെടുക്കാനും എല്ലാം സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഉയർന്നു വരുന്ന വിഷയങ്ങളെ ശരിയായി വിശകലനം ചെയ്യാനും അതിൽ തീർപ്പ് കൽപ്പിക്കാനുമെല്ലാം പ്രത്യേകമായ വൈഭവം ഉണ്ടായിരുന്ന ഒരു നേതാവാണ് അദ്ദേഹം. സവിശേഷമായ പല ഘട്ടങ്ങളിലും കേരളത്തിലെ പാർട്ടിയെ സഹായിക്കാനും കേരളത്തിലെ പാർട്ടിയെ മുന്നോട്ട് നയിക്കാൻ കനപ്പെട്ട സംഭാവനകൾ നൽകാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുമുണ്ട്. എന്തായാലും രാജ്യം കഴിഞ്ഞ തവണ നേരിട്ട വലിയൊരു തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-നെ എങ്ങനെ നയിക്കണം, അല്ലെങ്കിൽ ഒരു മതേതര ചേരിയുമായി ബന്ധപ്പെടുത്തി, പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെടുത്തി എങ്ങനെ കൊണ്ടുപോകണം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആശയം.
അത് ഇന്ത്യ എന്ന കൂട്ടായ്മയുടെ ശില്പികളിൽ ഒരാൾ കൂടിയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു കൂട്ടായ്മ ഇന്ത്യയിൽ മതനിരപേക്ഷ ജനാധിപത്യ പ്രാദേശിക പാർട്ടികളുടെ ഇടയിൽ രൂപപ്പെട്ടു വരണം എന്ന് ആഗ്രഹിക്കുകയും CPIM ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അതിനുവേണ്ടി വലിയ പരിശ്രമം നടത്തുകയും ചെയ്ത ആളാണ് അദ്ദേഹം. അതോടൊപ്പം മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്തും ഒന്നാം UPA ഗവൺമെന്റിനെ നയിച്ചത് പൊതു മിനിമം പരിപാടിയായിരുന്നു. ആ പൊതു മിനിമം പരിപാടി തയ്യാറാക്കുന്നതിലും അതിനുശേഷം ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്തെ പ്രവർത്തനങ്ങൾ ഞാൻ കുറച്ചു നേരത്തെ ബഹുമാന്യനായ കോൺഗ്രസ് നേതാവ് ശ്രീ AK ആന്റണിയുടെ അനുശോചന പ്രതികരണം കാണുകയുണ്ടായി. അദ്ദേഹം അത് ശരിയായി തന്നെ വിശകലനം ചെയ്യുന്നുണ്ടായിരുന്നു. ആ കാലത്ത് ഒന്നാം UPA ഗവൺമെന്റിന്റെ കാലത്ത് ഗവൺമെന്റിന്റെ പല നിർണായകമായ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് CPIM പ്രതിനിധികൾ എന്ന നിലയിൽ സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും എല്ലാം നടത്തിയിട്ടുള്ള ഇടപെടലുകളും കൂടിയാലോചനകളെയും എല്ലാം അദ്ദേഹം ആദരപൂർവ്വം അനുസ്മരിക്കുകയുണ്ടായി. ആ കാലത്തും അതിനുശേഷം ഇപ്പോ ഇന്ത്യൻ മതനിരപേക്ഷത വലിയ വെല്ലുവിളികളെ നേരിടുന്ന ഈ ഘട്ടത്തിലും മതേതര ചേരിയെ ശാക്തീകരിക്കാനും മുൻപോട്ട് നയിക്കാനും വളരെ കനപ്പെട്ട നിർണായകമായ സംഭാവനകളാണ് സഖാവ് സീതാറാം യെച്ചൂരി നൽകിയിട്ടുള്ളത്. നന്ദി ശ്രീ M. സ്വരാജ്. ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഓർത്തെടുത്തതിന് വളരെ നന്ദി.